നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിലെ വനത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിച്ചിരുന്ന റഷ്യൻ യുവതിയും രണ്ടു മക്കളും ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. നഗരത്തിന്റെ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ കാട്ടിനുള്ളിലെ അപകടം നിറഞ്ഞ ഗുഹയിൽ പെൺമക്കളോടൊപ്പം സുഖമായി താമസിക്കുകയായിരുന്നു നീന എന്ന ഈ യുവതി. എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ഗുഹയ്ക്കുള്ളിലെ മൂവരുടെയും താമസം. കർണാടകയിലെ ഗോകർണ രാമതീർത്ഥ കുന്നുകളിലെ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ആത്മീയ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യുവതി 2016 ബിസിനസ് വിസയിലാണ് ഇന്ത്യയിലെത്തിയത്. വിസയുടെ കാലാവധി 2017 തന്നെ കഴിഞ്ഞിരുന്നു. വിസയുടെ കാലാവധി അവസാനിച്ചിട്ടും റഷ്യയിലേക്ക് തിരികെ മടങ്ങാതെ ഇന്ത്യയിൽ തന്നെ തുടരുകയായിരുന്നു യുവതിയും മക്കളും. ഇതിനിടെയാണ് നഗരത്തിന്റെ തിക്കും തിരക്കും ഒഴിവാക്കി ആത്മീയ പാതയിൽ കഴിയാൻ വേണ്ടി ഇവർ കാടിനുള്ളിലെ ഗുഹയിൽ താമസിക്കാൻ തീരുമാനമെടുത്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിനോദസഞ്ചാരികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘം കാടിനുള്ളിലെ ഗുഹയിൽ മനുഷ്യവാസമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഇത്രയും അപകടം നിറഞ്ഞ കാട്ടിനുള്ളിൽ കൊച്ചുകുട്ടികളോടൊപ്പം എങ്ങനെ താമസിച്ചു വന്നത് പോലീസിനെയും അത്ഭുതപ്പെടുത്തി. യുവതി ഉണങ്ങാനിട്ട വസ്ത്രങ്ങളാണ് പോലീസിന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. പിന്നാലെ ഗുഹയ്ക്കുള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. പിന്നാലെ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാടിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ആദ്യം യുവതി ഇതിന് തയ്യാറായില്ലെങ്കിലും താമസിക്കുന്ന സ്ഥലം എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കിയതോടെയാണ് യുവതിയും മക്കളും കാടിറങ്ങാൻ തീരുമാനിച്ചത്. പുറം ലോകത്തെത്തിയതിന് പിന്നാലെ കാട്ടിനുള്ളിൽ താമസിച്ചതിന്റെ അനുഭവങ്ങൾ യുവതി മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഗുഹയ്ക്കുള്ളിൽ താമസിച്ചിരുന്നപ്പോൾ തനിക്കോ കുട്ടികൾക്കോ യാതൊരു അപകടവും ഉണ്ടായിട്ടില്ലെന്ന് നീന പറഞ്ഞു. പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മരിക്കാൻ വേണ്ടിയല്ല കുട്ടികളോടൊപ്പം കാട്ടിനുള്ളിലേക്ക് വന്നതെന്നും കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചതെന്നും യുവതി പറഞ്ഞു. കൂടാതെ താമസിച്ചിരുന്നത് ജനവാസ മേഖലയിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നില്ലെന്നും അതിനാൽ അധികം ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ലെന്നും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. വളരെ മനോഹരമായിരുന്നു കാട്ടിനുള്ളിലെ താമസം. വെള്ളച്ചാട്ടത്തിലാണ് കുളിച്ചിരുന്നത്. കുട്ടികൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തിരുന്നു. ഗുഹയിലെ ജീവിതം അപകടകരമാണെന്ന് തോന്നിയിട്ടില്ലെന്നും യുവതി പറഞ്ഞു. Never like I crazy and I go to God and not give my child anything. No, opposite, they have everything best. They was have and dress and sleeping good and art lessons and lessons about how write and read and they not dying from hunger. No love live in natural. Just one reason, and this cave not was in like in big forest far from all of, and we cannot probably buy food or anything. It's very close to village, and it's very big and beautiful cave, and not small, and we'll like it have window to look to ocean. But it was short time ago, and after 2017 we already was in 4 countries, live and then come back to India. And after I have my son, big son, he die, and because it's happened and it's bring what my new visa, I stay a little more, but not so much how they tell.